ഹലോ ഗൈസ്, ഇന്ന് രാവിലെ തന്നെ ബോബി നേരത്തെ എണീറ്റായിരുന്നു കേട്ടോ. ഇന്ന് ആൾ ഓക്കെയാണ്. രാവിലെ തന്നെ എണീറ്റിട്ടുള്ള കരച്ചിലും കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ബോബിയുടെ മുടി നൈസായിട്ടൊന്ന് വെട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് കൊണ്ടുപോകാനുള്ള പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ ബോബി. ഞാൻ അവൾ കാണാതെ തന്നെ വേഗത പായസം എടുത്ത് നേരത്തെ തിരുനെല്ലിയിലേക്ക് ഒരു 15 മിനിറ്റ് യാത്ര കഴിഞ്ഞപ്പോൾ ഞാനിതാ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തി കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പായസ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ഇന്നൊരു ശിവരാത്രി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ട് നല്ല താല്പര്യത്തോടെ വരുന്ന ആൾക്കാരാണ്. അവർക്ക് എന്നോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ എടുക്കണം എന്നൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് എന്നോടൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവരെ എന്തായാലും വീഡിയോ എടുക്കുന്നതായിരിക്കും. ബിഗ് ബോസിലൂടെ അറിയപ്പെട്ട നന്ദനിയും ടീംസും വന്നായിരുന്നു. ഇനി എന്നെ തന്നെ നോക്കി ചിരിച്ചാണോ എന്നൊരു സംശയം കൂടി ഉണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ ഒരുപാട് ഫോളോവേഴ്സും പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ വന്ന് പായസം കുടിച്ചായിരുന്നു. നമ്മുടെ വീഡിയോസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ പായസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല നല്ല അഭിപ്രായങ്ങളാട്ടോ എല്ലാവരും പറയുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ വീട്ടിലേക്ക് കുറച്ച് ഓറഞ്ചൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ കാറിൽ കയറ്റിയിട്ട് പോകുന്ന വഴിക്ക് ഇപ്പോൾ ചീരുവിനെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ലെന്ന് പറഞ്ഞിട്ടുള്ള സങ്കടം പറിച്ചിലായിരുന്നു. പിന്നെ നേരെ ഹോട്ടലിൽ പോയിട്ട് 2 പൊറോട്ടയും ഒരു ചിക്കൻ കറിയും കഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം നമ്മുടെ ബോബിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അടുത്ത വീട്ടിലേക്ക് പോയതാണ്. അവിടെ ഒരു വാവയുള്ളതുകൊണ്ട് ബോബി ആണെങ്കിൽ ജന്മം ചെയ്താൽ വരില്ല. അതൊക്കെ കഴിഞ്ഞ് നേരെ മമ്മൂൻ്റെ കടയിലേക്ക് അവിടുന്ന് ഒരു ലൈം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഐസ്ക്രീം വേണമെന്ന് ചോദിക്കുന്നത്. എന്നാൽ അതും കൂടി ഒന്ന് പോരട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് വാങ്ങി കേട്ടോ. പിന്നെയാണ് മനസ്സിലേക്ക് നൊസ്റ്റാൾജിയ ഫീലിംഗ് ഓടി വന്നത്. ഇത് ബലൂണിൽ വെള്ളം നിറച്ചിട്ട് വെറുതെ ഇരിക്കുന്നവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളായിരുന്നു മെയിൻ പണി. പക്ഷെ അതാണെങ്കിൽ കൊണ്ടില്ല താനും. കാറാകുമ്പോൾ ഓടിപ്പോകത്തില്ലല്ലോ.